കോഴിക്കോട് കക്കോടി ഒറ്റതങ്ങ സ്വദേശി സുജിൻ അമല ദമ്പതികളുടെ കുട്ടിയുടെ കൈയുടെ എല്ല് ആശുപത്രി ശുശ്രൂഷയ്ക്കിടയിൽ പൊട്ടിയതായാണ് പരാതി. പ്രസവ സമയത്ത് കുട്ടിയെ പുറത്തെടുക്കുമ്പോഴാണ് വലതുകൈയിലെ എല്ല് പൊട്ടിയത്. ആശുപത്രി അധികൃതർ മാതാപിതാക്കൾ കാണുന്നതിന് മുൻപ് കുട്ടിയുടെ കൈക്ക് പ്ലാസ്റ്റർ ഇട്ടുവെന്ന് പരാതിയിൽ പറയുന്നു. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്, മെഡിക്കൽ കോളേജ് പോലീസ് എന്നിവർക്ക് കുടുംബം ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ്. രമ്യ ദാസുണ്ട് വിശദാംശങ്ങൾ നൽകാനായിട്ട്. രമ്യ, ഈ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും ധാരാളം വാർത്തകൾ ഇങ്ങനെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുകയാണ്. ഒന്ന്, വീണ ജോർജ് മന്ത്രിയായിരുന്ന കാലത്ത് നമുക്കറിയാം, അത് മുഴുവൻ ആകെ തകർന്ന് ഏറ്റവും മോശം ആരോഗ്യ സംവിധാനമുള്ളൊരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയേണ്ടിയിരുന്ന കാലമായിരുന്നു. ഇപ്പോൾ ഈ ഭരണമാറ്റത്തിന് ശേഷവും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഗൗതം സൂചിപ്പിച്ചതുപോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഭരണമാറ്റത്തിന് ശേഷവും കേരളത്തിലെ ആരോഗ്യരംഗത്തിൽ വലിയ മികവൊന്നും വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇപ്പോൾ നിലവിൽ ഇന്ന് പുറത്തു വരുന്ന ഒരു വിവരം കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ മെയ് 14-ാം തീയതിയാണ് ഈ ഒറ്റത്തെങ്ങ് സ്വദേശിയായിട്ടുള്ള കോഴിക്കോട് കക്കോടി ഒറ്റത്തെങ്ങ് സ്വദേശിയായിട്ടുള്ള അമല സുജിൻ ദമ്പതികളെ, ഇതിൽ അമലയെ പ്രസവത്തിനായി അഡ്മിറ്റ് ചെയ്യുന്നത്. ഈ 14-ാം തീയതിയാണ് അമലയുടെ പ്രസവം നടക്കുന്നത്. ഈ പ്രസവത്തിനിടെയാണ് ഈ കുഞ്ഞിൻ്റെ കൈ ഒടിഞ്ഞതായിട്ടുള്ള വാർത്ത പുറത്തു വരുന്നത്. അതായത് പ്രസവ സമയത്ത് ഡോക്ടർമാർക്ക് പറ്റിയ പിഴവാകാം, കുട്ടിയെ പുറത്തെടുക്കുമ്പോൾ കുട്ടിയുടെ വലത് കൈയിൻ്റെ ഷോൾഡറിൻ്റെ താഴെ ആയിട്ട്, മുട്ടിന് മുകളിലായിട്ട് എല്ലിന് പൊട്ടൽ വന്നു എന്നുള്ളതാണ്. കാരണം ഇത് പ്രസവത്തിനിടെ സംഭവിച്ചതാണ്. ഈ കുട്ടിയെ പുറത്തെടുത്തതിന് ശേഷം, പ്രസവത്തിന് ശേഷം കുട്ടിയെ പുറത്തെടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ബോധാവസ്ഥയിലായിരുന്ന അമല ഈ ചുറ്റുപാട് നടക്കുന്ന സംഭവങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്. കാരണം കുട്ടിയെ പുറത്തെടുക്കുമ്പോൾ തന്നെ കൈയെപ്പറ്റി ഡോക്ടർമാർ പറയുന്നുണ്ടെന്ന് അമല പറയുന്നുണ്ട്. തുടർന്നാണ് ഈ കുട്ടിയെ വേഗം തന്നെ ശിശുരോഗ വിദഗ്ധനെ കാണിക്കുന്നു. പിന്നീട് ഈ കുഞ്ഞിനെ ബന്ധുക്കൾക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ട രീതിയിലായിരുന്നു. പിന്നീട് ഏകദേശം 14-ാം തീയതി മുതൽ 17-ാം തീയതി വരെയാണ് ഇവർ ആശുപത്രിയിൽ, മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ ഉണ്ടായിരുന്നത്. പക്ഷേ കൃത്യമായി തന്നെ ഈ കുഞ്ഞിന് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് വന്ന ഈ അനാസ്ഥയെ തുടർന്നുണ്ടായ കൈപ്പൊട്ടലിനുമൊന്നും കാര്യമായി തന്നെ യാതൊരു വിധത്തിലുള്ള ശുശ്രൂഷയും കുഞ്ഞിന് നൽകിയില്ല എന്നുള്ള പരാതിയാണ് ഇവർ ഇപ്പോൾ പറയുന്നത്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ സൂപ്രണ്ട് ഉൾപ്പെടെ മെഡിക്കൽ കോളേജ് പോലീസിനുൾപ്പെടെയുള്ള ഈ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ കൃത്യമായി തന്നെ ഈ 14-ാം തീയതി ഈ ഡെലിവറി കഴിഞ്ഞ ശേഷം 17-ാം തീയതി വരെ ഈ കുടുംബം ആശുപത്രിയിൽ ചികിത്സ തേടുന്നു. പക്ഷേ കൃത്യമായ ചികിത്സയൊന്നും കുഞ്ഞിന് നൽകിയില്ല. തുടർന്നാണ് വീട്ടുകാരുടെ നിർബന്ധപ്രകാരം കുഞ്ഞിൻ്റെ കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സയ്ക്കായി ഇവിടുന്ന് നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് വാങ്ങിയ കുടുംബം മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടേണ്ട അവസ്ഥയുണ്ടായി എന്നുള്ളത് തന്നെയാണ് കുടുംബം പറയുന്നത്. നിലവിൽ കുഞ്ഞിനെ ആരോഗ്യസ്ഥിതി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അമലയുമായി സംസാരിച്ചപ്പോൾ. കോഴിക്കോട് പ്രസവ സമയത്ത് കുഞ്ഞിനെ കൃത്യമായി ശുശ്രൂഷിക്കുന്നതിൽ ആശുപത്രി അധികൃതർക്ക് വീഴ്ചയുണ്ടായിരിക്കുകയാണ്. കൈക്ക് പൊട്ടലേറ്റ സംഭവം, മാതാപിതാക്കളിൽ നിന്നും മറച്ചുവെച്ച് പ്ലാസ്റ്റർ ഇട്ട സംഭവം വരെ ഉണ്ടായിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. രമ്യയാണ് വിശദാംശങ്ങൾ നൽകിയത്.